അച്ഛൻ്റെ ആഗ്രഹം പോലെ മീനാക്ഷി എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. പക്ഷേ മുന്നോട്ടുള്ള പഠനം ഇനി എങ്ങനെയെന്ന് മീനാക്ഷിക്ക് അറിയില്ല. അച്ഛനും അമ്മയും ആശുപത്രി കിടക്കയിൽ കഴിയുകയാണ് മീനാക്ഷി SSLC പരീക്ഷ എഴുതിയത്. വിജയത്തിൻ്റെ മധുരം പങ്കുവെക്കുന്നതിന് മുൻപ് അർബുദബാധിതനായിരുന്ന അച്ഛൻ യാത്രയായി. കൂലിവേലക്കാരനായ നെടുങ്കണ്ടം മാവടി സ്വദേശി സതീഷിന് 3 വർഷം മുൻപാണ് കഴുത്തിൽ ക്യാൻസർ സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരം RCCയിലായിരുന്നു തുടർ ചികിത്സ. മകൾ മീനാക്ഷി SSLCക്ക് ഉന്നത വിജയം നേടണമെന്നും പഠിച്ചു മിടുക്കിയാകണമെന്നും സതീഷിന് വലിയ ആഗ്രഹമായിരുന്നു. പരീക്ഷയ്ക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് രോഗം മൂർച്ഛിച്ച സതീഷ് ആശുപത്രിയിലായി. തൈറോയിഡ് അസുഖബാധയെ തുടർന്ന് അമ്മയും ആശുപത്രിയിലായി. ഇതോടെ ഒറ്റയ്ക്കിരുന്ന് പഠിച്ചാണ് മീനാക്ഷി ഉന്നത വിജയം നേടിയത്. എന്നാൽ ഫലം വരുന്നതിന് ഒരാഴ്ച മുൻപ് സതീഷ് മരിച്ചു. പരീക്ഷയ്ക്ക് നല്ല രീതിക്ക് ഇതായിരുന്നു. കാരണം വീട്ടിൽ ഇപ്പോഴും തന്നെ ഹോസ്പിറ്റൽ ഇഷ്യൂസ് ആയിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് പഠിക്കാൻ ഒരു ഇത് കിട്ടി. അവർ രണ്ടുപേരും തന്നെ നല്ല സപ്പോർട്ടായിരുന്നു. അവർക്ക് എത്ര മേലെങ്കിലും അവർ രണ്ടുപേരും എന്നെ അത്രയധികം തന്നെ ഒരു സപ്പോർട്ട് ചെയ്താണ് നിന്നിട്ടുള്ളത്. അച്ഛയ്ക്ക് മേലെങ്കിൽ ഞങ്ങളെ അധികമൊന്നും അറിയിക്കാതെ പുള്ളിക്കാരൻ നിന്നു. അമ്മയാണെങ്കിലും അതെ. മോഡലിൻ്റെ സമയത്താണെങ്കിലും അവർ രണ്ടുപേരും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നില്ല. ഞാൻ ആൻറ്റിയുടെ വീട്ടിലാണ് നിന്നത്. അവിടെ നിന്ന് മോഡലിൻ്റെ എക്സാം മൊത്തം അറ്റൻഡ് ചെയ്തത്. അവർ ഏകദേശം SSLC ടൈമിലാണെങ്കിൽ പോലും രണ്ടുപേർക്കും മേലായിരുന്നു. അച്ഛയ്ക്ക് തീരെ മേലായിരുന്നു. എങ്കിൽ പോലും അവർ രണ്ടുപേരും നല്ല സപ്പോർട്ടീവായിട്ടാണ് നിന്നത്. പരീക്ഷയ്ക്ക് SSLCക്ക് ഫുൾ A+ കിട്ടിയപ്പം ഒരുപാട് സന്തോഷമായി. പക്ഷേ എന്താ പറയുക, വലിയൊരു സങ്കടമുണ്ട്. അച്ഛനൊപ്പം ഉണ്ടായിരുന്നില്ല. അച്ഛയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു SSLCക്ക് ഫുൾ A+ മേടിക്കുക എന്നുള്ളത്. അച്ഛൻ ഒപ്പം ഉണ്ടായിരുന്നില്ല എന്നുള്ളതൊരു വലിയ കുറവ് തന്നെയാണ്. 10ാം ക്ലാസ്സിൽ മികച്ച വിജയം നേടിയെങ്കിലും മുന്നോട്ടുള്ള പഠനം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. മോഡലിൻ്റെ പരീക്ഷയുടെ സമയത്താണ് ഞാൻ തൈറോയിഡിൻ്റെ ഒത്തിരി പ്രശ്നം കൂടിയിട്ട് ഒരു ശ്വാസം മുട്ടലായിരുന്നു ഭയങ്കരമായിട്ട്. അപ്പം അത് കഴിഞ്ഞ് ആശുപത്രി ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ചെന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അന്നേരം ഈ പരീക്ഷയുടെ സമയത്തായതുകൊണ്ട് 2 മാസം കൂടെ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ സമ്മതിച്ചില്ല. അങ്ങനെ കൊച്ചിൻ്റെ പരീക്ഷയുടെ സമയത്ത് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. ഹസ്ബൻഡാണേലും ഹോസ്പിറ്റലല്ലെങ്കിലും പുള്ളി സീരിയസ് ആയിട്ട് ഇരിപ്പായിരുന്നു. പെങ്ങളുടെ വീട്ടിലായിരുന്നു. ഏകദേശം ഒരു 3 ആഴ്ചയോളം ഞാൻ ഹോസ്പിറ്റലിൻ്റെ എൻ്റെ ടെസ്റ്റും ഒക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിൻ്റെ ഓപ്പറേഷനും ഒക്കെ കഴിഞ്ഞ് 3 ആഴ്ച കഴിഞ്ഞാണ് വീട്ടിൽ വരുന്നത്. നാട്ടുകാരുടെ സഹായത്തോടെയാണ് സതീഷിന്റെ ചികിത്സാ ചെലവുകൾ നടത്തിയിരുന്നത്. ഡോക്ടറാകണമെന്ന മീനാക്ഷിയുടെ ആഗ്രഹം ഇനി എങ്ങനെ സഫലമാകുമെന്നാണ് ആശങ്ക. കുടുംബത്തിന്റെ അവസ്ഥ പരമദയനീയമാണ്. അച്ഛന് പെയിന്റിംഗ് തൊഴിലാളിയായിരുന്നു. ജോലി ചെയ്താലും ജീവിച്ചുകൊണ്ടിരുന്നു. 3 വർഷമായിട്ട് ക്യാൻസറായി. ഒരു ഘട്ടത്തിൽ അത് ക്രിട്ടിക്കലായി. ആ ക്രിട്ടിക്കലായ ഘട്ടത്തിൽ തന്നെയാണ് അമ്മയ്ക്കും തൈറോയ്ഡ് വന്ന് ഓപ്പറേഷൻ ഫേസ് ചെയ്ത്. അങ്ങനെ അച്ഛനും അമ്മയും ഒരേപോലെ ഹോസ്പിറ്റലായ ഘട്ടത്തിലാണ് കൊച്ചിൻ്റെ പരീക്ഷ നടക്കുന്നത്. ഇത്രയും സാഹചര്യത്തിലായിട്ട് പോലും അവൾ നന്നായി പഠിച്ച് ഫുൾ A+ മേടിച്ചു. അവളുടെ വലിയ ആഗ്രഹം ഡോക്ടറാകണമെന്നാണ്. പക്ഷേ വലിയ പ്രതിസന്ധിയാണ് ഇനി ഈ കുടുംബത്തിൻ്റെ കാര്യം. അപ്പം ഏതെങ്കിലും ഇതുവരെയുള്ള കാര്യങ്ങൾക്കൊക്കെ ട്രീറ്റ്മെൻറ്റിനും മറ്റുമൊക്കെ ഞങ്ങൾ ഈ ഇവിടുത്തെ എല്ലാ ആളുകളും എല്ലാവരും ചേർന്ന് നല്ലപോലെ പറ്റുന്ന പോലെ ഞങ്ങൾ സഹായിച്ച് കുടുംബത്തെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ തുടർന്നുള്ള ഉള്ള വിദ്യാഭ്യാസം മറ്റു കാര്യങ്ങൾക്കൊക്കെ ഏതെങ്കിലും സുമനസ്സുകളുടെ സഹായം കിട്ടിയെങ്കിൽ മാത്രമേ അവൾക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയുള്ളൂ. അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചതുപോലും പങ്കുവയ്ക്കാൻ മീനാക്ഷിക്ക് സാധിച്ചില്ല. തുടർന്നുള്ള യാത്രയിൽ സഹായമായി ആരെങ്കിലും കരം പിടിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം.